വലിയ നഷ്ടങ്ങൾക്കിടയിൽ ചെറിയ നഷ്ടങ്ങളും തീരാനോവാവുകയാണ് ചൂരൽമല നിവാസികൾക്ക്. ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ജീവിതത്തിൽ ആദ്യമായി ആശിച്ചു വാങ്ങിയ പുത്തൻ സ്കൂട്ടർ റോഡിലിറക്കും മുൻപ് നഷ്ടമായ സങ്കടത്തിലാണ് സ്കൂൾ റോഡിലെ താമസക്കാരനായ മഹേഷ്. ദുരന്തരാത്രിയിൽ മഹേഷിന്റെ മാതാപിതാക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആദ്യ ഉരുൾപൊട്ടിയപ്പോൾ തന്നെ മാതാപിതാക്കൾ മലമുകളിലേക്ക് ഓടിക്കയറി. പിന്നെ കണ്ടത് ഉറ്റവരും അയൽവാസികളും ഒഴുകിപ്പോകുന്നതാണ്. മകൻ മഹേഷ് ജോലി സ്ഥലത്തായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഇത് നിറഞ്ഞ് വെള്ളം പോവുക, ഒരു കലക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഭാര്യനെ അങ്ങനെ കൈ പിടിച്ചിട്ട് നേരെ മേലേക്ക് മലയ്ക്ക് കയറിയായിരുന്നു. സംഭവമെല്ലാം ഞങ്ങൾ എല്ലാം കാണുന്നുണ്ട്. നമ്മളെ വീട് വെള്ളമടിക്കുന്നതും പോണതും മറ്റേ ആൾക്കാർ പോണതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പെങ്ങൾ പോയി, പെങ്ങളെ മോൻ പോയി, അളിയൻ പോയി, അവരെ മോൻ്റെ മരുമകൾ പോയി, 9 മാസം ഒരു കുഞ്ഞിൻ്റെയായിരുന്നു, അവരും പോയി. 6 പേരും പോയി. അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. വർഷത്തെ പൊട്ടൽ തന്നെ അവർ വന്നു പോയി. ചെളിയും കല്ലും മണ്ണും വെള്ളവും കയറി സകലതും നഷ്ടമായി. ഉരുൾപൊട്ടുന്നതിൻ്റെ 2 ദിവസം മുൻപ് വാങ്ങിയ സ്കൂട്ടറും തൂത്തെറിയപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് സ്വരുക്കൂട്ടി വെച്ചൊരു പൈസ കൊണ്ടാണ് ഇതൊക്കെ എടുത്തത്. ഇതിപ്പോൾ എടുത്തിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ഒരു അടവ് പോലും, ഫസ്റ്റ് അടവ് പോലും നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടില്ല. ഇത് വെറും 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് എടുത്തൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. നമുക്കറിയാം, ഒരുപാട് ജീവൻ പൊരിഞ്ഞൊരു സിറ്റുവേഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രസക്തി ഇല്ലെങ്കിലും നമ്മുടേതായിട്ടുള്ള ഒരു സങ്കടങ്ങളുണ്ടല്ലോ. മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്ന് എത്രയും വേഗം സർക്കാർ ഒരുക്കി നൽകുന്ന വീട്ടിലേക്ക് താമസം മാറ്റി ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കുടുംബം. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, വയനാട്. വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ജീവിതമൊക്കെ തിരിച്ചു കിട്ടി. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുമായിരുന്നൊരു വാഹനം. അതും വാങ്ങിച്ചിട്ട് 20 കിലോമീറ്ററേ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ആദ്യം അടവ് പോലും വന്നിട്ടില്ല. CC ഇട്ടിട്ട വാഹനമാണ്. ഇനി ആ CC എഴുതി തള്ളത്തില്ല. അതെങ്ങനെ എഴുതി തള്ളും? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലും വാഹന ലോണുകൾ എഴുതി തള്ളാൻ വകുപ്പില്ല. എന്തായാലും വാഹനം പോയി. അത് ഓടിച്ചില്ല. കൊതി തീർന്നൊന്നും നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല, അല്ലേ? 2 ദിവസമായിട്ട് നമ്മൾ ഒരു വീട്ടിലൊരു പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 2-3 ആഴ്ചയൊക്കെ നമ്മൾ ആ വാഹനത്തെക്കുറിച്ച് രാത്രിയിൽ സ്വപ്നം കാണുകയും ആ വാഹനത്തോടൊപ്പം യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. പൊതുവേ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊന്ന് പോകണം, ഇഷ്ടപ്പെട്ട ആളുകളെ ആ വാഹനത്തിലൊന്ന് കയറ്റണം, അമ്പലങ്ങളിലേക്കൊന്ന് പോവുക, ഇല്ലെങ്കിൽ പള്ളിയിലേക്കൊന്ന് പോവുക, നല്ല മനോഹരമായ സ്ഥലങ്ങളിലേക്ക് വൈകുന്നേരം ഒന്ന് ആ വണ്ടിയിൽ ഒന്ന് കൊണ്ടുപോവുക. അതിലൊന്ന് ഇരുന്നൊരു സന്തോഷം വരുന്നതിന് മുൻപ് തന്നെ 20 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 ദിവസമേ ആ സ്കൂട്ടർ വാങ്ങിച്ചിട്ടായുള്ളൂ, അല്ലേ? ആ സങ്കടം എങ്ങനെ സഹിക്കും? ഇതൊക്കെ ചെറിയ